ഹായ് ഗൈസ്, ഇതാണ് തലശ്ശേരിയിലുള്ള മുഴുപ്പിലങ്ങാട് ബീച്ച്. ഈ മുഴുപ്പിലങ്ങാട് ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മുടെ മിസ്റ്റർ തങ്കു അതിനെപ്പറ്റി വിവരണം തരും. എന്താണ് ഈ മുഴുപ്പിലങ്ങാട് ബീച്ചുകൾ? ഈ ബീച്ച് വെറും സാധാരണ ബീച്ച്. നമ്മുടെ ഏഷ്യയിൽ ഒരു ഡ്രൈവിംഗ് ബീച്ചേ ഉള്ളൂ. അത് 5 കിലോമീറ്ററോളം നമുക്ക് ദൂരം പോവാം. ഇതാണ് ആ ബീച്ച്. അപ്പോൾ ഞങ്ങളിപ്പോൾ വെള്ളത്തിൽ കൂടെയൊക്കെ ഓടിക്കാം. അപ്പോൾ ഇവിടുത്തെ മണ്ണിൻ്റെ മറ്റേ ഇത് കാരണമാണ് ഇതിൽ നമ്മുടെ കാർസൊക്കെ ഓടിക്കാൻ പറ്റുന്നത്. എത്ര വെയിറ്റുള്ള വണ്ടികളാണെങ്കിലും പോയിക്കോളും. നിങ്ങളത് ഓട്ടോറിക്ഷ ആണെങ്കിലും ഒന്നും പേടിപ്പിക്കണ്ട. ലോറിയും പോകും. ഓക്കെ, നല്ല ടൂറിസ്റ്റ് ബസ് ഡബിൾ ഡെക്കർ ഒക്കെ പോകും. അപ്പോൾ ഇത് എത്ര കിലോമീറ്റർ ദൂരമുണ്ട് ഈ ബീച്ചിന്? ഇതാ 5 കിലോമീറ്റർ ദൂരമുള്ള ബീച്ചാണ് അല്ലേ? ഓക്കെ, ഈ ബീച്ചിൽ വാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് എന്തെങ്കിലും പൈസ കൊടുക്കണോ? എത്ര ഫീസ്? 40 രൂപ. 4 വീൽ വണ്ടികൾക്ക് 40 രൂപയാണ് റേറ്റ് അല്ലേ? ഓക്കെ. ഈ ബീച്ച് വളരെ തങ്കൂരിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് ഈ ബീച്ച്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പിന്നെ ഇവിടെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അവിടെ ഒരു കടയുണ്ട്. പിന്നെ അവിടെയൊക്കെ കുറേ കടകളുണ്ട്. ഫുഡ് കഴിക്കാൻ, ചായ കുടിക്കാനൊക്കെ നല്ല നല്ല കടകളുണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ ഇത് കണ്ടോ, നമുക്ക് ഇങ്ങനെ ഇതിലൊക്കെ വെറുതെ നടക്കാനൊക്കെ സ്പേസ് ഉണ്ട്. പിന്നെ നമ്മൾ ബോട്ടിങ് കൂടെ. പിന്നെ അവിടെ ഐസ്ക്രീമിൻ്റെ ഇതുണ്ട്. പിന്നെ സാധാരണ ബീച്ചും ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാധാരണ ബീച്ച് നമുക്ക് വണ്ടി കയറ്റുവാണെങ്കിൽ അത് കറങ്ങി കളിക്കും. നമുക്ക് പോലീസ് കയറ്റാനും അനുവദിക്കില്ല. അത് പിന്നെ നമുക്ക് കേസും വരും. ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല മണ്ണായതുകൊണ്ട് ഗവൺമെന്റ് ഇത് ഓക്കെയാണെന്ന് പറഞ്ഞതാണ്. അപ്പൊ പതുക്കാൻ മഴയൊക്കെ ചാറി തുടങ്ങിയിട്ടുണ്ട്. അല്ല ജോർജിൻ, ഇതൊക്കെയാണെങ്കിലും നമ്മൾ ഇതുവരെ കടലിൽ കൂടി ഒരു വണ്ടി പോകുന്ന കണ്ടില്ലല്ലോ. അതെന്താ കാരണം? അതിപ്പോ ഇങ്ങനെയൊക്കെ അല്ലേ. ഇപ്പൊ അങ്ങോട്ട് പോയി. നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു വണ്ടി പോലും കിട്ടുന്നില്ലല്ലോ. മഴ വരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും അല്ലേ? നല്ല മഴയാണോ വരാൻ പോകുന്നത്? ഇങ്ങനെ മഴയിൽ ഈ ബീച്ചിൽ ഇങ്ങനെ നടക്കുമ്പോ തങ്കുവിന്റെ അമ്മ ദേഷ്യപ്പെടുന്നുണ്ട്. മഴയാ വേഗം വണ്ടി വരാൻ പറഞ്ഞിട്ട്. ഇതിലൊക്കെ ഇങ്ങനെ ഓവർ മഴയാണെങ്കിൽ സുനാമി, വെള്ളപ്പൊക്കമൊക്കെ വരാറുണ്ട്. നമ്മുടെ വണ്ടി ബീച്ചിൽ കൂടെ ഓടിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രൈവ്?